Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റീഡിംഗ് ഫ്രം ദ ഫ്രിഞ്ചസിൻ്റെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് നോളജ് ഇസ് പവർ എന്നുള്ളതാണ്. ഫ്രിഞ്ചസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മാർക്ക് ഷോർട്ട് എസ് എ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷൻ MCQ 2 പാർട്ടാക്കിയിട്ട് ഓൾ ചാപ്റ്റേഴ്സ് ഇൻട്രോ ലൈൻസ് എല്ലാം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക. ടെലഗ്രാമിൽ നോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സിനെ ഇൻസ്റ്റ കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോളജ് ഇസ് പവർ യുവൽ നോവ ഹരാരി എഴുതിയിട്ടുള്ളൊരു പാഠഭാഗമാണ്. അത് എടുത്തിരിക്കുന്നത് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ളതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ this chapter discusses the relationship between the science and technology. സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. അതേപോലെ Harari says that all technologies are developed by scientific research. എല്ലാം സയൻറ്റിഫിക് റിസർച്ച് കൊണ്ട് ഡെവലപ്പ് ആയിട്ടുള്ളതല്ല എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ ടുഡേ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ആർ മെയിൻലി ഇൻ ദ ഫീൽഡ് ഓഫ് ഡിഫൻസ് ആൻഡ് വാഴ്സ്. ഇന്നത്തെ സയൻറ്റിഫിക് റിസർച്ചും ടെക്നോളജിയൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഡിഫൻസിൻ്റെ ഏരിയയിലും വാർസിൻ്റെ ഏരിയയിലും വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ാണ് നമ്മൾ സയൻസും ടെക്നോളജിയും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ഹരാരി ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത്. അതേപോലെ തന്നെ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, ടെക്നോളജി ട്രാൻസ്ഫോർമേഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ടു മേക്ക് ന്യൂ വെപ്പൺസ്. യുദ്ധത്തിനൊക്കെ വേണ്ടി പുതിയ വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ടെക്നോളജിയും സയൻസും യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദെൻ today scientific research and technological development are mainly in the field of defense, war. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. Then knowledge is power critically evaluates the transformation of new technologies to make new weapons. In this chapter, knowledge is power, Yuval Noah Harari very convincingly tells us how knowledge becomes power, especially in modern warfare. Modern warfare ആണ് കേട്ടോ. മോഡേൺ വാർഫെയറിൽ ഒരു കുട്ടീൻ്റെ അടുത്ത് വെൽഫെയർ ആണോ വാർഫെയർ ആണോ എന്ന് ചോദിച്ചിരുന്നു. അത് ഞാൻ എടുത്തു പറഞ്ഞ് വാർഫെയർ ആണ്. നോളജ് എങ്ങനെയാണ് മോഡേൺ വാർഫെയറിൽ ഒരു പവറായിട്ട് മാറുന്നത് എന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ ഇതിൽ പറയുന്നുണ്ട്, കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. ദെൻ ഇതിൽ നമുക്കിനി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വാട്ട് ഡസ് ഫ്രാൻസിസ് ബേക്കൺ മീൻ ബൈ നോളജ് ഇസ് പവർ. ഇതൊന്ന് നോക്കിയേക്കാം. ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് that means test of knowledge is not whether it is true but whether it is empower us. The real test is utility എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. പിന്നെ what is the confusion between science and technology among people. എല്ലാ ചോദ്യോത്തരങ്ങളും പഠിക്കണം. ഞാൻ ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. what is the confusion between science and technology ആണ് ചോദിച്ചിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ connection between science and technology is strong that many people hardly differentiate between them. Prior to 1500 science and technology were separate fields. കാരണം സയൻസും ടെക്നോളജിയും സെപ്പറേറ്റ് ഫീൽഡിലായിരുന്നു, അതുകൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് എന്നാണ് പറയുന്നത്. ദെൻ അടുത്തൊരു ചോദ്യമാണ് വാട്ട് ആർ ദ ന്യൂ വണ്ടർ വെപ്പൺസ് ഇൻവെൻറ്റഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇൻവെൻറ്റ് ചെയ്ത വെപ്പൺസ് കോമ്പാക്ട് എയർക്രാഫ്റ്റും പോയിസൺ ഗ്യാസും ടാങ്ക്സും സബ്മറൈൻസും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ആറ്റം ബോംബിൻ്റെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അമേരിക്കയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്, അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം. ദെൻ ഗൺ പൗഡർ ഇൻവെൻറ്റ് ചെയ്യുന്നത് ചൈനയാണ്. എലിക്സർ ഓഫ് ലൈഫ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മീൻസ് എലിക്സർ ഓഫ് ലൈഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് ഗൺ പൗഡർ. അല്ലാതെ ഗൺ പൗഡർ കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് കണ്ടുപിടിച്ചതല്ല. എലിക്സർ ഓഫ് ലൈഫ്, അതായത് അമൃത് കണ്ടുപിടിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഗൺ പൗഡർ ഉണ്ടായത്. ചൈനയിലാണത് സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇതിൽ ഷോർട്ടേജ് ആയിട്ട് നമുക്ക് നോളജ് ഇസ് പവർ എന്ന് പറയുന്ന പാഠഭാഗം ക്രിട്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം, എസ് എ ആയിട്ടൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ആ പാഠഭാഗത്തിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ എല്ലാം, ഈ വീഡിയോ അല്ല നമ്മുടെ റിയൽ ചാപ്റ്റർ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് എഴുതിയാൽ മതിയായിരിക്കും.
ദെൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് വൈറ്റ് ഹെറോൺ. ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ഈ കഥകളൊക്കെ ആകുമ്പം നമുക്ക് ക്യാരക്ടർ സ്കെച്ച്, അവരുടെ പേരുകൾ, അവരുടെ ഏജ്, അവരുടെ സ്പെഷ്യാലിറ്റീസ് ഒക്കെയും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നേക്കാം. അപ്പോൾ ക്യാരക്ടർ സ്കെച്ചൊക്കെ പഠിക്കുമ്പോൾ അത് ചാപ്റ്ററിൽ നിന്നാണല്ലോ കൂടുതൽ വരിക. അത് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞത്. വൈറ്റ് ഹെറോൺ എന്ന് പറയുന്നത് റീജിയണലിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഇതിലൊരു 9 ഇയർ ഓൾഡ്, കണ്ടോ വയസ്സ് കണ്ടില്ലേ, 9 ഇയർ ഓൾഡ് റൂറൽ ഗേൾ ഉണ്ട്. സിൽവിയ എന്നാണ് പേര്. സിൽവിയ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? വുഡ്സ് എന്നാണ് കേട്ടോ. വുഡ്സ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ഞാൻ അത് പറഞ്ഞത് ഡിസ്റ്റന്റുകാർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിൽവിയ എന്നുള്ളതാണ് 9 ഇയർ ഓൾഡ് പ്രൊട്ടഗോണിസ്റ്റ്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ പ്രകൃതിയുമായിട്ട് ഒത്തിരി ഇണങ്ങി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു വർഷമായിട്ട് മുത്തശ്ശിയുടെ കൂടെയാണ്, ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് താമസം. ഇതും ഡിസ്റ്റന്റുകാർക്ക് MCQയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ആരുടെ കൂടെയാണ് താമസം എന്നുള്ളത്. ഗ്രാൻഡ് മദറിന്റെ കൂടെയാണ് സിൽവിയ താമസിക്കുന്നത്. ദെൻ സിൽവിയ തനിക്കൊരു പശു ഉണ്ട് അല്ലേ. പശുവിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കൗൻ്റെ പേരാണ് മിസ്ട്രസ് മൂളി. മിസ്ട്രസ് മൂളി എന്ന് പറയുന്ന പശുവായിട്ട് എന്താ പറയുക, ഫീൽഡിലൊക്കെ പോയി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഫീൽഡിൽ പോകുന്ന സമയത്താണ് ഒരു യങ് വിസിൽ കേൾക്കുന്നത്. യൂത്ത് വിസിൽ എ മാൻ ക്യാരീസ് ഗൺ അല്ലേ. ഒരു സ്ട്രേഞ്ചർ എന്ന് വിളിക്കാം നമുക്ക് ആളെ, അല്ലെങ്കിൽ ഒരു ഹണ്ടർ എന്ന് നമുക്ക് വിളിക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരാൾ വരുന്നത്, ആൾ ബേർഡ്സിനെ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അതിനാണ് ഹണ്ട് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ വൈറ്റ് ഹെറോണിനെ തപ്പിയാണ് വരുന്നത്. അങ്ങനെ സിൽവിയയുടെ വീട്ടിലൊരു ദിവസം രാത്രി തങ്ങുന്നുണ്ട്. വൈറ്റ് ഹെറോണിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നു. സിൽവിയ പക്ഷേ ആ ഒരു വൈറ്റ് ഹെറോണിനോടുള്ള ഇഷ്ടം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നില്ല അല്ലേ. ഒരു ഹ്യൂജ് പൈൻ ട്രീൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് സിൽവിയയ്ക്ക് നമ്മുടെ വൈറ്റ് ഹെറോണിന്റെ കൂടും കാര്യങ്ങളും കാണാൻ പറ്റിയത്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പൈൻ ട്രീ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ സിൽവിയയ്ക്ക് ആ ഹണ്ടർ ബേർഡ്സിനെ കുറിച്ചുള്ള നോളജും പകർന്നു കൊടുക്കുന്നുണ്ട്. ഒരു ജാക്ക് നൈഫ് മീൻസ് ഒരു മടക്ക് കത്തി കൂടി കൊടുക്കുന്നുണ്ട് പ്രസന്റ് ആയിട്ട്. പക്ഷെ എന്നിട്ടും സിൽവിയ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു സംഭവം നടക്കുന്നത് ഒരു എക്സ്പാൻസീവ് ഫോറസ്റ്റ് ഇൻ മെയിനാണ് കേട്ടോ. മെയിനിലെ ഒരു വലിയൊരു ഫോറസ്റ്റിലാണ് നമ്മുടെ ഈ ഒരു കഥ നടക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ വൈറ്റ് ഹെറോണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്ക് $10 സമ്മാനമായിട്ട് കൊടുക്കാമെന്നും ഹണ്ടർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും സിൽവിയ അത് കണ്ടുപിടിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അവൾക്ക് അതിന് ആ ഒരു $10 പിന്നെ ആ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഹണ്ടറിൻ്റെ അടുത്ത് അവൾക്കൊരു ലവ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലവ് ഓർ ഫ്രണ്ട്ഷിപ്പിനേക്കാളും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഈ ഒരു $10 ഇമ്പോർട്ടൻ്റ് അവൾക്ക് നേച്ചറും ഒരു ബേർഡും ആണെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 9 ഇയർ ഓൾഡ് റൂറൽ ഗേൾഡ് നെയ്മഡ് സിൽവിയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ കൗവിൻ്റെ പേര് മിസ്ട്രസ് മൂളി എന്നാണ്. ഗ്രാൻഡ് മദറിൻ്റെ പേര് മിസ്സസ് സ്റ്റില്ലി എന്നാണ്. പിന്നെ ഇതിൽ ഹണ്ടർ വരുന്നുണ്ട്, വൈറ്റ് ഹെറോണും വരുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഇതിലെ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓരോ കഥകളിലെയും ഇത്തരത്തിലെ ക്യാരക്ടേഴ്സിൻ്റെ പേര് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. എന്നിട്ട് ഈ പാഠഭാഗത്ത് നിന്ന് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതേപോലെ, ഇപ്പം മിസ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇതേപോലെയാണ് നിങ്ങൾ പെൻസിൽ വെച്ച് അണ്ടർലൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നോക്കുന്ന മിസ്സിന് മനസ്സിലാവും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടി പഠിച്ചിട്ടുണ്ട്. ഇതിലെ കീ ടേംസ് ഇതൊക്കെയാണ്: $10, ജാക്ക് നൈഫ്, പൈൻ ട്രീ എന്നുള്ളതൊക്കെ. ഇത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാത്ത സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നോട്ടീസ് ചെയ്ത് പഠിച്ച് എഴുതി അണ്ടർലൈൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പെഷ്യൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മളിതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുമ്പം പ്രൊട്ടഗോണിസ്റ്റ് ആരാന്ന് നമുക്കറിയാം, സിൽവിയാണ്. മുത്തശ്ശിയായിട്ടുള്ള ടില്ലിയുടെ കൂടെയാണ് താമസം. ദെൻ വേർ ഡസ് സിൽവിയ സ്റ്റേ? സിൽവിയ ഇപ്പം നിൽക്കുന്നത് ഫാമിലാണ് മുത്തശ്ശിയുടെ കൂടെ. ടൗണിൽ നിന്ന് വന്നതാണ് കേട്ടോ, സിറ്റിയിൽ നിന്ന് വന്നതാണ് മുത്തശ്ശിയുടെ അടുത്തേക്ക്. ദെൻ അടുത്തത് ഒരു യൂത്തിൻ്റെ വിസിലാണ് കേൾക്കുന്നത്. സിൽവിയയുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് എന്താ? ഒരു ദിവസം രാത്രി വീട്ടിൽ നിന്നോട്ടെ, ഈ ഒരു കാട്ടിൽ വഴി തെറ്റി വൈറ്റ് ഹെറോണിനെ തപ്പി വന്ന ഒരു കിളീനെ തപ്പി വന്നതാണ്, വഴി തെറ്റി എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് why was the stranger surprised when he came to know that Sylvia knows all about the birds? ഈ എല്ലാ ബേർഡ്സിനെ കുറിച്ചും സിൽവിയയ്ക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോൾ ഹണ്ടറിന് അതൊരു സർപ്രൈസ് ആയി. കാരണം ഹണ്ടർ ബേർഡ്സിൻ്റെ ഒരു കളക്ഷൻ വെക്കുന്ന ഒരാളാണ്, ബേർഡ്സിനൊക്കെ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. MCQ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ആൾക്കത് സർപ്രൈസ് ആയിട്ട് തോന്നിയത്. ദെൻ ഹൂ ഈസ് ആൻ ഓർണത്തോളജിസ്റ്റ് എന്നുള്ളത് ചോദിച്ച് കാണുന്നുണ്ട് ഇപ്പോൾ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓർണത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് ഓർണത്തോളജിസ്റ്റ് എന്ന് പറയുക. അപ്പം നമ്മുടെ ഈ ഒരു പാഠഭാഗത്ത് ഹണ്ടർ
ബേർഡ്സിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഓർണിത്തോളജിസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കാം. അപ്പം വൈറ്റ് ഹെറോണിൻ്റെ നെസ്റ്റ് അടക്കം കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആൾക്ക് $10 സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ സിൽവിയ ഒരു ഗ്രേറ്റ് പൈൻ ട്രീ ആണ് കയറി നമ്മുടെ വൈറ്റ് ഹെറോണിൻ്റെ കൂട് കണ്ടുപിടിച്ച് കൊടുക്കുന്നത് അല്ലേ. പിന്നെ വാട്ട് ഡിഡ് സിൽവിയ ഡു ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. എൻഡ് ഓഫ് ദ സ്റ്റോറിയിൽ അവൾ ചെയ്ത കാര്യം എന്താ, അവൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാളും വലുത് എന്തായിരുന്നു, ആ ഒരു കിളിയോടുള്ള ഒരു സ്നേഹമായിരുന്നു അല്ലെ വലുത്. അപ്പം അതാണ് നമ്മൾ ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഷീ പ്രിഫേർഡ് ടു സാക്രിഫൈസ് ഹെർ പോസിബിൾ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഹിം ടു സേവിങ് ദ വൈറ്റ് ഹെറോൺ. ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെക്കുകയാണ്. ആർക്ക് വേണ്ടി? വൈറ്റ് ഹെറോണിനെ സേവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൽ ഷോർട്ടസ്റ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ കൗവും സിൽവയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ട്. ആ ഒരു കവിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അവള്, അപ്പം ഹൈഡ് ആൻഡ് സീക്ക് പോലെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അപ്പം അത് നമുക്ക് ഷോർട്ടസ് ആയിട്ട് വരാം. സിൽവിയയുടെ ക്യാരക്ടർ സ്കെച്ച് ഷോർട്ടസ് ആയിട്ട് നമുക്ക് വരാം. പിന്നെ വൈറ്റ് ഹെറോൺ എന്ന് പറഞ്ഞ വൈറ്റ് ഹെറോണുമായിട്ടുള്ള അവളുടെ ആ ഒരു നേച്ചർ ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ലേ, അത് തീമായിട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഇത്തരത്തിലൊക്കെ ഇതിൽ നിന്ന് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത പാഠഭാഗമാണ് ഫിഷ് എന്ന് പറയുന്ന പാഠഭാഗം. അപ്പം ഫിഷ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. കാരണം ഇതിൽ അവർ ഫിഷിനെ അനലൈസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഫിഷിനെ പിടിച്ചു നിർത്തി അതിനെ ഫുൾ A to Z കാര്യങ്ങൾ നോക്കുന്നത് അല്ലേ. അപ്പോഴേക്കും ആ മീൻ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷോർട്ടസേക്ക് പഠിച്ച് പോകുക എന്തൊക്കെയാണ് ആ ഒരു ഫിഷിനെ നോക്കിയിട്ട് കാണുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം ഫിഷ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിൽ എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. ഒത്തിരി ഇമേജസ് ഉള്ള ഒരു പോയമാണ്. എൻറ്റയർ കവിത പേഴ്സോണിഫിക്കേഷനാണ്. ദെൻ നമ്മുടെ എലിസബത്ത് ബിഷപ്പിന്റെ ഒരു ബെസ്റ്റ് പോയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അത്രയും ഒബ്സർവേഷൻ, കീൻ ഇൻസൈറ്റോട് കൂടി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. ഇതിലെ മെയിൻ തീം വരുന്നത് നേച്ചർ, ഹ്യൂമാനിറ്റി, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, എസ്കേപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു മെയിൻ എന്താ പറയുക, അത് എനങ്ങുന്നില്ല അല്ലെങ്കിൽ അത് ഫൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ പോയിറ്റിനെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം. ദെൻ അത് ഒത്തിരി ഫൈറ്റ് ചെയ്തു. അതിൻ്റെ ഈ ഒരു ബിയേർഡ് പോലെ, താടി പോലെ കുറച്ച് ഫിഷിംഗ് ലൈൻസ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് അല്ലേ. ചൂണ്ടയുടെ വള്ളികളൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അതാണ് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫിഷിനെയാണ് പിടിക്കുന്നത്. പക്ഷെ ആ ഒരു ഫിഷ് എന്താ പറയുക ഫൈറ്റ് ചെയ്യാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന പോയറ്റിക് ഡിവൈസുകൾ ഒന്ന് നോക്കുക. പേഴ്സോണിഫിക്കേഷൻ വരുന്നുണ്ട്. എൻറ്റയർ പോയം പേഴ്സോണിഫിക്കേഷൻ ആണ്. ഹി ഡിഡിൻ ഫൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അവൻ ഫൈറ്റ് ചെയ്യുന്നില്ല. മീനെയാണ് ഇവിടെ അവൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. സിമിലി വരുന്നുണ്ട്. ലൈക്ക് ആൻഷ്യൻ വാൾപേപ്പർ എന്നുള്ളത് സിമിലിയാണ്. അലിട്രേഷൻ വരുന്നുണ്ട്. ബിഗ് ബോൺസ്, ടേണിഷ് ടിൻ ഫോയിൽ, അതായത് ബ് ട് കണ്ട സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബിഗ് ബോൺസ്, ബ്. അപ്പൊ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയാ. പിന്നെ മെറ്റഫർ, ടേണിഷ്ഡ് ടിൻ ഫോയിൽ. ടേണിഷ്ഡ് ടിൻ ഫോയിൽ പോലെ എന്നല്ല പറയുന്നത്, ടേണിഷ് ടിൻ ഫോയിൽ ആയിട്ട് ഉറപ്പിച്ച് പറയാൻ ചെയ്യുന്നത്, അതാണ് മെറ്റഫർ. അപ്പൊ ഇത്രയും പോയിറ്റിക് ഡിവൈസുകളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് ഇത്. അപ്പൊ ഈ കവിതകളുടെ ഭാഗത്തു നിന്ന് ഒരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വാട്ട് ഇസ് ദ പോയറ്റിക് ഡിവൈസസ്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ തീം ഓഫ് ദ പോയം, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് പോയം, ലാംഗ്വേജ് ഓഫ് ദ പോയം, വാട്ട് ഇസ് ദ ഇമേജറീസ് ഇൻ ദിസ് പോയം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കവിതകളിൽ നിന്ന് ചോദ്യങ്ങൾ വരിക. അപ്പോൾ അതിലെ പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാ, അതിലെ ഇമേജസ് എന്തൊക്കെയാ, ഫിഗർ ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്, ഇതിന്റെ തീം എന്താണ്, ടോൺ എന്താണ്, അങ്ങനെ എല്ലാ കവിതയുടെയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ച് പോവാ കേട്ടോ. ഏത് കവിതയുടെ വേണമെങ്കിലും അങ്ങനെ ചോദിക്കാം. പിന്നെ നമ്മുടെ സ്റ്റോറീസ് ആണെങ്കിൽ എല്ലാ കഥാപാത്ര നിരൂപണങ്ങളും നമ്മുടെ ക്യാരക്ടർ സ്കെച്ചുകളും ഏത് കഥാപാത്രത്തിന്റെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈ സിൽവിയയുടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തില് കഥാപാത്ര നിരൂപണങ്ങളും കൂടി ഒന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മളിപ്പം പറഞ്ഞതിൽ വൈറ്റ് ഹെറോൺ മാത്രമാണ് സ്റ്റോറി ആയിട്ട് വരുന്നത്. അപ്പൊ അതില് പിന്നെ നമ്മുടെ സാലിഹാനെ കുറിച്ച് ചോദിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ സാലിഹാന്റെ കാര്യങ്ങൾ, സാലിഹാൻ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ദെൻ അപ്പം അത് കഴിഞ്ഞു. ഇനി അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയുമ്പം ആ ഒരു കവിതയുടെ ബിഗിനിങ്, ഹി ഡിഡിൻ ഫൈറ്റ് എന്ന് പറയുന്നതിൽ ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ആ ഒരു നോൺ റെസിസ്റ്റൻസ് ആണ് നമ്മളവിടെ അല്ലേ. നോൺ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം അത് ഫൈറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു മീനിങ് ആണ്. അതാണ് ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്,
ഡിഫറെൻറ്റ് ഐസിൻ്റെ കാര്യം പറയുന്നുണ്ട്. മീനിൻ്റെ കണ്ണുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഷാലോവർ ആണ്, യെല്ലോഡ് ആയിരുന്നു. പിന്നെ ടേണിഷ് ടിൻ ഫോയിലിലെ ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. ദെൻ റെയിൻബോ, ലാസ്റ്റ് റെയിൻബോ വരുന്നുണ്ട്. അതൊരു ഹോപ്പിന്റെ സിമ്പിൾ ആയിട്ടാണ് റെയിൻബോ വരുന്നത്. റെയിൻബോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി കളേഴ്സ്, സ്പെക്ട്രം ഓഫ് കളേഴ്സ് ആണ് റെയിൻബോ. അപ്പൊ അവിടെ റെയിൻബോ എന്ന് പറയുന്നത് ഒരു ഹോപ്പ്, ജോയുടെ സിമ്പിൾ കൂടിയായിട്ടാണ് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഇത്രയും ആ മീനിനെ പിടിച്ചു നിർത്തി നിരീക്ഷിച്ചതിന് ശേഷം ആ മീനെ എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ലാസ്റ്റ് എൻഡിങ്ങിൽ വിടുന്നുണ്ട്, വെള്ളത്തിലേക്ക് വിടുന്നുണ്ട്. അപ്പൊ അത് ഒരു ഹോപ്പ്, ഒരു ജോയുടെ പ്രതീകമായിട്ടാണ് ലാസ്റ്റ് ഇവിടെ റെയിൻബോന്റെ കേസ് പറയുന്നത്. സോ അതാണ് ആ ഒരു ചാപ്റ്റർ. ദെൻ ഈ ഒരു മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഫ്രം ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വന്ദന ശിവ എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ചിപ്കോ മൂവ്മെന്റ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, അപ്പോൾ യെസ് മാഗസീനിലാണ് വന്ദന ശിവയുടെ എവറിത്തിങ് ഐ നീഡ് ടു നോ ഐ ലേൺ ഫ്രം ദ ഫോറസ്റ്റ് എന്നുള്ള പാഠഭാഗം പബ്ലിഷ് ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് സ്റ്റുഡൻസ് നോട്ടീസ് ചെയ്യുക. ദെൻ ഇതിൽ ഒരു എക്കോളജിക്കൽ ജേണി ആണ് പറയുന്നത്. അപ്പോൾ കുറച്ചും കൂടി പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ചിപ്കോ മൊമെന്റിന് ശേഷമാണ്. അപ്പോൾ ചിപ്കോ മൊമെന്റ് അല്ലെങ്കിൽ ഹിമാലയയിലെ ഗർവാൾ വില്ലേജിലെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെസന്റ് വിമൻസിൽ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റാന്ന് പഠിക്കുക. പിന്നെ എക്കോളജിക്കൽ ജേണി എന്ന് പറയുന്ന ടേം. ഓക്കെ, ദെൻ ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും. ചിപ്കോ മൂവ്മെന്റ് 1970 സ്റ്റാർട്ട് ചെയ്യുന്നു. സുന്ദർലാൽ ബഹുഗുണയാണ് ഗർവാൾ ഫോറസ്റ്റിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തായിരുന്നു, മരങ്ങൾ മുറിക്കാതിരിക്കാൻ സ്ത്രീകൾ അതിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമരമായിരുന്നു ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് സ്ത്രീകൾ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചിപ്കോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഹഗ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ത്രീകൾ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്തുകൊണ്ട് സ്ത്രീകൾ മരം മുറിക്കുന്നതിനെതിരായിട്ട് വന്നു നിന്നു? കാരണം മരങ്ങൾ മുറിച്ചു പോകുമ്പോൾ അവിടെ മഴ ഉണ്ടാവുന്നില്ല, അല്ലെ, ഇവർക്ക് വേണ്ട വിറക് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അതായത് അതിന്റെ ഒടിഞ്ഞു വീഴുന്ന ചില്ലകൾ, ഉണങ്ങിയ കമ്പൊക്കെയാണ് ഇവർ വിറകായിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ അത് കിട്ടുന്നില്ല, വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ഇവർ ഒത്തിരി ദൂരം പോയിട്ട് വെള്ളം കളക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു. അപ്പൊ സ്ത്രീകൾക്കാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഒരു മൂവ്മെന്റിന് ഇറങ്ങിത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരം ഒത്തിരി ദൂരെയൊക്കെ പോയിട്ട് വെള്ളമൊക്കെ കളക്ട് ചെയ്ത് വരാന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഒരു ബേർഡൻ ആയിരുന്നു അത്. ദെൻ അവിടെ ഉണ്ടായ സംഭവങ്ങളാണ് ലാർജ് സ്കെയിൽ കട്ടിങ് ഡൗൺ ഓഫ് ട്രീസ്. അതായത് ഒത്തിരി മരങ്ങൾ വെട്ടിമുറിച്ചപ്പോൾ സ്കാർസിറ്റി ഓഫ് വാട്ടറും ഫ്യൂവലിൻ്റെ ഇതും സ്കാർസിറ്റിയും പിന്നെ ഫ്ലഡ് വരാൻ തുടങ്ങി, ഒക്കെയും ലാൻഡ്സ്ലൈഡും ഒക്കെ വരാൻ തുടങ്ങി. അപ്പം അതൊക്കെ സ്ത്രീകളെയാണ് കുറച്ചും കൂടി എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്ത്രീകൾ ഹഗ് ചെയ്തിട്ട് ഈ ഒരു മൂവ്മെന്റിന് ഇറങ്ങി തിരിച്ചത്. അതാണ് ചിപ്കോ മൂവ്മെന്റ്. ഇനി ഹിമാലയൻ വില്ലേജ് അദ്വാനിയിൽ നടന്നൊരു സംഭവം. സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ടൊരു സ്ത്രീ, ഭർത്താവ് മരങ്ങൾ മുറിക്കാൻ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അപ്പം ആ സ്ത്രീയും ഒത്തിരി സ്ത്രീകളും ചേർന്നിട്ട് വെളിച്ചം, അത്രയും ലേറ്റ് ആയിട്ടുള്ള എന്താ പറയാ, മോർണിംഗ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെ, ഡേ ടൈമിൽ തന്നെ ലൈറ്റ് ആൻഡ് ലാൻറ്റേൺസ്, അതായത് ഈ വിളക്കുകളൊക്കെ കത്തിച്ച് പിടിച്ച് അതിന് എതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ നമ്മുടെ വന്ദന ശിവ റൺ ചെയ്യുന്ന ഫാമിൻ്റെ പേരാണ് നവ്ധന്യ ഫാം. അവിടെ പറയുന്നത് മോണോകൾച്ചർ അല്ല, നമുക്ക് ബയോഡൈവേഴ്സിറ്റി ആണ് വേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ ശാന്തി നികേതൻ എന്ന് പറയുന്നത് ടാഗോർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സെൻറ്ററിൻ്റെ പേരായിരുന്നു. പിന്നെ തപോവൻ എന്ന് പറയുന്നത് നമ്മുടെ ടാഗോറിൻ്റെ എസ്സേയുടെ പേരാ. ഇതൊക്കെ MCQക്കാർക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ടേം ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ടെറ നുള്ളിയസ് എന്ന് പറയുന്നത് എംറ്റി ലാൻഡിനെയാണ്. മദർ എർത്തിനെ പറയുന്ന പേര് ടെറ മാഡ്രി എന്നാണ് കേട്ടോ. ഇതൊക്കെ ഇവർക്ക് MCQയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി പഠിച്ചു വയ്ക്കാം. ഇതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് ഓൾറെഡി നിങ്ങൾക്ക് എക്കോ അപ്പർത്തീഡ് ഇതൊക്കെ എന്താണെന്നുള്ളത് ഒന്ന് പഠിക്കണേ. എക്കോ അപ്പർത്തീഡ് എന്ന് വെച്ചാൽ സെപ്പറേറ്റിസം എന്നാണ് മീനിങ് വരുന്നത്. ദെൻ ഹ്യൂമൻ, അതായത് ഹ്യൂമൻ ഫ്രം നേച്ചർ, ആ ഒരു സെപ്പറേറ്റിസം ആണ് കേട്ടോ. ദെൻ അടുത്തത് എർത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നുള്ളത്. എർത്ത് ഡെമോക്രസിയാണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് കോഴ്സ്, ഇത് ഓട്ടോണമസുകാർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ പഠിപ്പിക്കുന്ന കോഴ്സ് ദി A to Z ഓർഗാനിക് ഫാമിംഗ് ആൻഡ് എഗ്രോ എക്കോളജി, ഇതൊരെണ്ണവും പിന്നെ ഗാന്ധി ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ 2 കോഴ്സുകളാണ് എർത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ,
ദെൻ നവ്ധന്യ ഫാമിൻ്റെ കാര്യം, ടാഗോറിൻ്റെ കാര്യം, എർത്ത് ഡെമോക്രസി എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് എർത്ത് ഡെമോക്രസി. ദെൻ പാർട്ടിസിപ്പൻസ് ഓഫ് എർത്ത് യൂണിവേഴ്സിറ്റി, ഈ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി ചാപ്റ്റർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് പറയാത്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളത് നമ്മുടെ മൊത്തം വന്ദന ശിവയുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ചോദ്യം വന്നേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിപ്കോ മൊമെന്റ്, അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ചിപ്കോ മൊമെന്റ്, എർത്ത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം, നവധന്യ ഫാമിന്റെ കാര്യം, ഇതൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. പിന്നെ എസ്സേ ആയിട്ട് വന്ദന ശിവയുടെ ഈ ഒരു ചാപ്റ്റർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ, നേച്ചറായിട്ട് എങ്ങനെ കണക്റ്റഡ് ആണ്, അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരാനുള്ളത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 മൊഡ്യൂൾസിൻ്റെ റിവിഷൻ കഴിഞ്ഞു കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.